വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ ബൈക്കിൻ്റെ 2 ടയർസ് ഞാൻ മാറാൻ പോവുകയാണ്. റേസ് മോട്ടോ എന്ന ബ്രാൻഡിൻ്റെ ട്രെയിൽ R എന്ന് പറഞ്ഞ സീരീസിലുള്ള ടയറാണ് മാറാൻ പോകുന്നത്. ഓൺലൈൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓൺലൈനിൽ എന്തോ ഡിസ്കൗണ്ട് കിടക്കുന്നുണ്ട്, 5% ഡിസ്കൗണ്ട് ഉണ്ട്. ഓൺലൈൻ റേറ്റ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 6,900 ആണ് കാണുന്നത്. പക്ഷെ ഞാനിപ്പോൾ സ്റ്റോറിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ 7,100 ആണ്. എനിക്കത് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. കാരണം 6,900 കൊടുത്ത് ഞാൻ ടയർ മേടിച്ചാലും ഇൻസ്റ്റാളേഷനും കൊടുക്കേണ്ടി വരും നിയർലി 200-300 രൂപ. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു കടയായിരുന്നു. അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ ഓർഡർ ചെയ്ത് വരുത്തിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ട് എത്തിയെന്നാണ് എന്നോട് പറഞ്ഞത്. ഈ ട്രെയിൽ R എന്ന് പറഞ്ഞ ടയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ പർപ്പസ് ടയേഴ്സാണ്. അതായത് നമുക്ക് ഓഫ് റോഡ്സും പോകാം, ഹൈവേസിലും കമ്പാറ്റബിൾ ആണ്. ഞാൻ എൻ്റെ ഈ വണ്ടിയായിട്ട് ഇടയ്ക്ക് കുറച്ച് ഓഫ് റോഡ്സൊക്കെ പോകാറുള്ളതാണ്. ഈ സ്റ്റോക്ക് ടയേഴ്സിൽ എനിക്ക് അത്ര കോൺഫിഡൻസ് തോന്നിയിട്ടില്ല. 1-2 പ്രാവശ്യം വീണിട്ടുമുണ്ട്. പിന്നെ ടയർ മാറാനുള്ള മെയിൻ റീസൺ അതല്ല. എൻ്റെ ഫ്രണ്ടിലത്തെ ടയർ ഞാൻ കുറച്ച് കാലം മുന്നേ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈക്ക് എടുത്തൊരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടയർ ഒരു 2018 മോഡൽ ടയർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 ഇയേഴ്സ് കഴിഞ്ഞു. ടയറിൽ ത്രെഡൊക്കെ ഉണ്ട്, പക്ഷേ റബ്ബർ കുറേ ഹാർഡായിട്ടുണ്ടാവും. അവൻ്റെ ലൈഫ് തീർന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ ടയറിൻ്റെ ലൈഫ് നോക്കുന്ന ത്രെഡ് മാത്രം നോക്കിയിട്ടല്ല. എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 5 ഇയേഴ്സ് എങ്ങാണ്ടെയാണ് ഒരു ടയറിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അത് നമ്മൾ വണ്ടി ഓടിയാലും ശരി, ഓടിയില്ലെങ്കിലും ശരി. കാറിൽ പിന്നെയും ആൾക്കാർ ഓടിച്ച് നടക്കാറുണ്ട്. പക്ഷേ ബൈക്കിൽ എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. എസ്പെഷ്യലി ഇപ്പോൾ ഇടയ്ക്കും കാലത്തിലൊക്കെ മഴയൊക്കെ പെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഫ്രണ്ട് ടയർ മാറണം. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് ബാക്കും കൂടി റീപ്ലേസ് ചെയ്തേക്കാം എന്നുള്ളത്. ബാക്ക് ടയർ കംപ്ലീറ്റ്ലി വേറോട്ടൊന്നും ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഫ്രണ്ട് മാറുന്ന സ്ഥിതിക്ക് ഞാൻ ഓർത്ത് 2 ഒരുമിച്ച് മാറിയേക്കാം എന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടയർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശ്രീ ബൻശങ്കരി ടയേഴ്സ് എന്ന് പറയും. സർജാപൂറാണ്, ബാംഗ്ലൂർ സൗത്ത് സൈഡിലുള്ളവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് റേസിൻ്റെ ട്രെയിൽ R എന്ന് പറഞ്ഞ ടയേഴ്സ്. 130, 70, 18 വരുന്ന സ്റ്റോക്ക് സൈസ് തന്നെയാണ്. അപ്സൈസ് ചെയ്തിട്ടില്ല. ഫ്രണ്ട് അഗൈൻ 100, 90, 19 തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വണ്ടിയുടെ ലുക്ക്. ടയർ മാറിയതിന് ശേഷം ടയർ കാണാൻ അത്യാവശ്യം കൊള്ളാം. പിന്നെ ഇപ്പോൾ ഓഫ് റോഡ് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നൊക്കെ തന്നെ ഞാൻ പോയിട്ടുള്ളൂ. ഈ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കാണണ്ടാണല്ലോ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. ഒന്ന് നോക്കി നോക്കാം. ഓ, നല്ല മണ്ണിൻ്റെ മണം ആ ചേട്ടനോടെ കിളച്ചിട്ട്. ഇതൊക്കെയാണ് ചെറിയൊരു ഓഫ് റോഡ് ഇപ്പോൾ കിട്ടുന്നുള്ളൂ. ഇങ്ങനെ കുറേ വഴികളുണ്ട് ഇവിടെ. ഇതൊക്കെ എവിടെ ചെന്ന് എത്തുന്നതാണ് അറിയാത്ത മനുഷ്യൻ. ആരുടെയോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ കൊള്ളാം, ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നൈസ്. ഇത് ബാംഗ്ലൂർ തന്നെയാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. എനിക്കെൻ്റെ പഴയ ടയറിൽ ഇത്ര കോൺഫിഡൻസോടെ എത്തൊന്നും വരാൻ പറ്റില്ലായിരുന്നു. ഇവിടെ എവിടെയോ ഒരു വഴിയുണ്ട്. അതും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കുള്ള വഴി തന്നെയാണ്. പക്ഷെ അത് കുറേ കൂടി ഓഫ് റോഡ് എന്ന് വേണം നമുക്ക് പറയാം. ഈ കാണുന്നതാണോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. യെസ്. ഞാൻ ഈ വഴിയുടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹിമാലയനായിട്ടാണ് വന്നത്. എൻ്റെ വണ്ടി കൊണ്ട് വരാനുള്ള ധൈര്യം എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. ABS ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ അതെന്തായാലും പറ്റത്തില്ല. അതെ, ഞാൻ പറഞ്ഞത് ആരുടെയോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ വരെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, അത്രേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് വേറെ റോഡുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു വഴി കണ്ടു, കയറി പോന്നു. ഇങ്ങനെ കുറേ വഴികളുണ്ട് ഈ ഭാഗത്ത്. ഇല്ല, അത് ആരുടെയോ വീടിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള വഴികളിൽ. അപ്പോൾ നമുക്ക് തിരിച്ചു പോയേക്കാം.
ഇതൊക്കെ തന്നെ എനിക്ക് വേണ്ടിയിരുന്നത്. നൈസ്. അപ്പോൾ റേസ് മോട്ടോയുടെ ട്രെയിൽ ആർ സീരീസ് എന്ന ടയർ നിങ്ങളുടെ ഹോണ്ട CB350, അതിപ്പോൾ ഹൈനസ് ആയിക്കോട്ടെ RS ആയിക്കോട്ടെ രണ്ടിനും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇറങ്ങി വന്ന റോഡിലൊക്കെ ഓടിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയണം. ഈ ഒരു റോഡും കൂടി വെറുതെ കയറി പോയേക്കാം. എവിടെ എത്തുന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. ഈ വഴി ഞാൻ വന്നിട്ടുണ്ട് ആക്ച്വലി. ഇത് നമ്മുടെ നാട്ടിൻ പുറത്തെ വഴിയൊക്കെ പോലെ തന്നെയാണ്. അങ്ങനെ ഓഫ് റോഡെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ചെങ്കല്ല് മണ്ണ് മിക്സ് റോഡാണ്. തിരിച്ച് മെയിൻ റോഡ് എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. യെസ്, റോഡൊക്കെ കണക്റ്റഡ് ആണോ അപ്പോൾ? അത് ശരി, നൈസ്. അത് കലക്കി. ഈ ടയറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻസിൽ ചോദിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൊടുക്കാം. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വേറൊരു വഴി. എന്നാൽ പിന്നെ ഇതും കൂടി നിർത്തേക്കാം. ഇവിടെ ഇങ്ങനെ ഒരു പറമ്പിൽ ചെന്ന് എത്തുവാണല്ലോ ചെയ്യുന്നത്. നൈസ്. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് പുതിയ പുതിയ വഴികൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇനി ഒരു വീഡിയോ കാണുന്നവരെ, ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.